Hello, again welcome to AIM Study Center, Palakkad. As you know, I am Dr. V. Balakrishnan. Okay? അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് വരാറായി. LP-UP പരീക്ഷ ജൂലൈ 6, ജൂലൈ 20 നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ഒരു നല്ല അവസരമായി കാണണം. പരീക്ഷയെ സീരിയസ് ആയി എടുക്കണം. ഓക്കെ, ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനേക്കാൾ സീരിയസ് ആയിട്ടാണ് കാണുന്നത് കാര്യങ്ങളെ. അതായത് സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിലെ ഒരു ചോദ്യവും നിങ്ങൾക്ക് അറിയാതെ പോകരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ റിവിഷൻ എന്നുള്ള നിലക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നത്. നമുക്ക് ഓരോന്നും ഓരോ പാർട്ടായി ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് സമഗ്രതാവാദവും മാനസികാഗ്രഥനവും ഇത് രണ്ടും ഓരോരോ പാർട്ടായി ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് മുഴുവൻ സിലബസും റിവൈസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡായി പോകാൻ വേണ്ടി പറ്റില്ല. മാനവികതാവാദം ജസ്റ്റ് കുറച്ച് പറഞ്ഞു പോകാനേ ഉള്ളൂ. ബട്ട് സമഗ്രതാവാദം, അതായത് ഗസ്റ്റാൾട്ട് സൈക്കോളജി, മാനസികാപഗ്രഥനം അഥവാ സൈക്കോ അനാലിസിസ്, ഇത്തരം കാര്യങ്ങൾ വളരെ വിശാലമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. എങ്കിലും ഞാൻ ഈ 3 ഈ പാർട്ട് 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. ഓക്കെ, സോ നമുക്ക് സമയം കളയാണ്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഗസ്റ്റാൾട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഈ നീലയിൽ എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മോസ്റ്റ് പ്രോബബിളി ഇത് അത്ര വിസിബിളായി തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഗസ്റ്റാൾട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം, ഗസ്റ്റാൾട്ട് സൈക്കോളജി നമുക്കറിയാം ജർമ്മനിയിൽ ഉദയം കൊണ്ടൊരു സൈക്കോളജിയാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ സൈക്കോളജിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ഘടനാവാദം അതും ജർമ്മനിയിലാണ്. പിന്നെ പ്രകാര്യവാദം അമേരിക്കയിൽ, പിന്നെ വ്യവഹാരവാദം അമേരിക്കയിൽ, പിന്നെ ഗസ്റ്റാൾട്ട് വാദം വീണ്ടും ജർമ്മനിയിൽ. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പം ഗസ്റ്റാൾട്ട് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. രൂപം, ഘടന, സമഗ്രത ഇവയെല്ലാം. യഥാർത്ഥത്തിൽ ഗസ്റ്റാൾട്ട് എന്ന വാക്കിന് ഫിഗർ, സ്ട്രക്ചർ, അതേപോലെ തന്നെ ടോട്ടാലിറ്റി, ഇങ്ങനെ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. അപ്പം ഇവയെല്ലാം ഇന്ന് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഗസ്റ്റാൾട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം രൂപം, രൂപഘടന, സമഗ്രത, പലപ്പോഴും ഉദ്ഗ്രഥിത സമഗ്രത എന്നും പറയാറുണ്ട്. ഉദ്ഗ്രഥിത സമഗ്രത, അതായത് ഇന്റഗ്രേറ്റഡ് ഹോൾ. ഉദ്ഗ്രഥിത സമഗ്രത അഥവാ ഇൻ്റഗ്രേറ്റഡ് ഹോൾ എന്നും പറയും. അപ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷനാണോ നിങ്ങളുടെ ഉത്തരത്തിലുള്ളത് എന്ന് ശ്രദ്ധിച്ച് വേണം ഈ വാക്കിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. അപ്പോൾ ഗസ്റ്റാൾട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം രൂപം ശരിയാണ്, അതേപോലെ തന്നെ ഘടന ശരിയാണ്, സമഗ്രത ശരിയാണ്, ഉദ്ഗ്രഥിത സമഗ്രത ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷനിൽ ഏതാണോ വരുന്നത് അത് നോക്കി നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ, ശരി. ഇനി ഗസ്റ്റാൾട്ട് സൈക്കോളജിയെക്കുറിച്ച് പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ചോദ്യങ്ങൾ വരുമ്പോൾ പറയും. അടുത്തത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഉദയം കൊണ്ടത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഫ്രാൻസിലല്ല, ഇംഗ്ലണ്ടിലല്ല, ഓസ്ട്രേലിയയിലല്ല, ജർമ്മനിയിലാണ്. ഓക്കെ, ജർമ്മനിയിലാണ് ഉദയം കൊണ്ടത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം.
ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രത്യക്ഷണം ആണ്. പ്രത്യക്ഷണം എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് മീനിങ് പെർസെപ്ഷൻ എന്നാണ്. എങ്ങനെയാണ് പെർസെപ്ഷൻ ഉണ്ടാവുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണ വേണം. ശ്രദ്ധിക്കുക, പെർസെപ്ഷൻ, ഞാനിവിടെ പെർസെപ്ഷൻ എഴുതുന്നു. പെർസെപ്ഷൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം സെൻസേഷൻ വേണം. സെൻസേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു സ്റ്റിമുലസ് വേണം. സ്റ്റിമുലസ് വേണമെങ്കിൽ ഒരു എൻവിറോൺമെന്റ് വേണം. അതായത് പരിസ്ഥിതിയിൽ നിന്ന് ചോദകങ്ങളിലൂടെ സംവേദനം സൃഷ്ടിച്ചെടുക്കുകയും അതിന് ഒരു പ്രത്യക്ഷണം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വാക്കിതാണ്: പരിസ്ഥിതിയിൽ നിന്ന് ചോദകങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സംവേദനം ഉണ്ടാവുന്നു, പിന്നെ പെർസെപ്ഷൻ ഉണ്ടാവുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, നമുക്ക് ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. ചുറ്റുമുള്ള പരിസ്ഥിതികൾ. ഇപ്പം ഞാൻ ഈ മുറിയിലിരിക്കെ ഈ മുറിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങൾ നമ്മൾ ഏതിൽ കൂടിയാണ് കേൾക്കുന്നത്? ഞാൻ എൻ്റെ സെൻസറി ഓർഗാനായ ചെവിയിൽ കൂടിയാണ് കേൾക്കുന്നത്. അപ്പോൾ വ്യക്തികൾ അല്ലെങ്കിൽ ജീവികൾ അവരുടെ സെൻസറി ഓർഗാൻസ് വഴി, അതായത് ഇന്ദ്രിയങ്ങൾ വഴി പരിസ്ഥിതിയിൽ നിന്നും ചോദകങ്ങൾ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ മുറിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ മുറിയിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തെ മുറിയിൽ നിന്ന് നിങ്ങളുടെ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സ്മെല്ല് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അല്ലേ? ആ സ്മെല്ല് നിങ്ങൾ മൂക്ക് എന്ന ഇന്ദ്രിയം വഴി, അതാണ് സെൻസറി ഓർഗാൻ, SO എന്ന് ഞാൻ ഇവിടെ എഴുതിയത്. സെൻസറി ഓർഗാനാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ല, അതേ ഉള്ളു ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നാം ചുറ്റുപാടുകളിൽ നിന്ന് എന്ത് സ്വീകരിക്കുന്നത്? സ്റ്റിമുലസ് സ്വീകരിക്കുന്നത്. ഉദാഹരണം, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ നിങ്ങളുടെ കുട്ടി അപ്പുറത്തെ മുറിയിൽ നിന്ന് കരയുന്നു. ആ കരച്ചൽ നിങ്ങൾ ചെവി എന്ന ഇന്ദ്രിയത്തിലൂടെ സ്വീകരിക്കുന്നു. അതേപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ നിങ്ങളുടെ അമ്മ അപ്പുറത്ത് സാമ്പാർ ഉണ്ടാക്കുന്നു അടുക്കളയിൽ നിന്ന്. അപ്പോൾ ആ നല്ല സാമ്പാറിൻ്റെ മണം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അത് നിങ്ങൾ മൂക്ക് എന്ന ഇന്ദ്രിയത്തിൽ കൂടി സ്റ്റിമുലസ് ആയിട്ട് സ്വീകരിക്കുന്നു. ഈ സ്റ്റിമുലസ് നിങ്ങളിൽ ഒരു സംവേദനം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമേ സംവേദനം ഉണ്ടാവൂ. മനസ്സിലായില്ലേ? സംവേദനം എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് വഴി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ബാഹ്യ ഘടകം മാത്രമാണ് സംവേദനം. ഓക്കെ, ഇനി ഈ സംവേദനം എല്ലാവരിലും ഒരേപോലെ പെർസെപ്ഷൻ സൃഷ്ടിക്കണമെന്നില്ല. സംവേദനം ഒന്നാണെങ്കിലും പ്രത്യക്ഷണം ഡിഫറൻ്റ് ആവും. അപ്പോൾ എന്താണ് പ്രത്യക്ഷണം? അതായത് പ്രത്യക്ഷണം എന്ന് വെച്ചാൽ സെൻസേഷന് നമ്മൾ പല മീനിങ്ങുകൾ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിംപ്ലി സ്പീക്കിംഗ്, പെർസെപ്ഷൻ ഈസ് ഈക്വൽ ടു സെൻസേഷൻ പ്ലസ് മീനിങ്. ഞാനിതൊരു ഉദാഹരണത്തിൽ കൂടി പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഇത് പഠിക്കുക. പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷണം എന്ന് വെച്ചാൽ സെൻസേഷൻ്റെ കൂടെ മീനിങ് കൂടി ചേർക്കണം.
അതായത് മീനിങ് നമ്മൾ അറിയാതെ അട്രിബ്യൂട്ട് ചെയ്ത് പോവും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ മുമ്പ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പലർക്കും അത് അറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ, വെള്ളവും കഴിഞ്ഞു. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ താജ്മഹൽ കാണുന്നു, നിങ്ങൾ താജ്മഹൽ കാണുന്നു, നിങ്ങളുടെ സുഹൃത്ത് താജ്മഹൽ കാണുന്നു. 3 ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. കാര്യങ്ങൾ നമ്മൾ എളുപ്പം മനസ്സിലാക്കേണ്ടത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെ പേടിക്കാനാ? ബട്ട് സെൻസേഷൻ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ താജ്മഹൽ കാണുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ സുഹൃത്ത് കാണുന്നു. എവിടെയാണ് ഈ താജ്മഹൽ ഉള്ളത്? നമ്മുടെ എൻവയോൺമെന്റിലാണ് ഉള്ളത്, അല്ലേ? അതൊരു സ്റ്റിമുലസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എൻവയോൺമെന്റിലുള്ള ഈ സ്റ്റിമുലസിനെ, താജ്മഹൽ എന്ന സ്റ്റിമുലസിനെ നിങ്ങൾ, ഞാനും നിങ്ങളുടെ സുഹൃത്തും കണ്ണ് എന്ന ഇന്ദ്രിയത്തിൽ കൂടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ കിട്ടുന്ന സംവേദനത്തിന് നമ്മൾ ഓരോ ആളും ഓരോ മീനിങ്, അർത്ഥം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഒരേ അർത്ഥമാണ് കൽപ്പിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വ്യക്തിയുടെ മാനസികാവസ്ഥ അനുസരിച്ചും ചിന്ത അനുസരിച്ചും കാഴ്ചപ്പാടനുസരിച്ചും, അതേപോലെ തന്നെ താജ്മഹൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഘടനയനുസരിച്ചും, ഓക്കെ, താജ്മഹൽ നിങ്ങൾ അടുത്തുനിന്ന് കാണുന്ന പോലെയല്ല താജ്മഹൽ നിങ്ങൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സംവേദനം. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഘടനക്ക് മാറ്റം വരും. ഇപ്പോൾ ഒരു സ്നേക്ക് പാർക്കിൽ പോയി നിങ്ങളൊരു പാമ്പിനെ കണ്ടാൽ നിങ്ങൾക്ക് ഭയം തോന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൂടി, ഇടവഴിയിൽ കൂടി ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയം തോന്നും. ഇതേ മൂർഖൻ പാമ്പ് ഒരു സ്നേക്ക് പാർക്കിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഭയം തോന്നുന്നില്ല, നിങ്ങളത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും മൂർഖൻ പാമ്പ് തന്നെയാണ്, ബട്ട് രണ്ടും നിങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യക്ഷണം ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈവൻ ദോ ദ സെൻസേഷൻ ഈസ് സെയിം, പെർസെപ്ഷൻ മേ ബി ഡിഫറെൻറ്റ്. Why? Because individual attributes a certain meaning to the sensation. ഓക്കെ, നമ്മളിൽ എത്തുന്ന സെൻസേഷന് നമ്മൾ വ്യത്യസ്ത അർത്ഥം കൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രത്യക്ഷണം മാറിപ്പോകുന്നത്. മൈ പെർസെപ്ഷൻ ഈസ് ഡിഫറെൻറ്റ്, യുവർ പെർസെപ്ഷൻ ഈസ് ഡിഫറെൻറ്റ്, യുവർ ഫ്രണ്ട്സ് പെർസെപ്ഷൻ ഈസ് ഡിഫറെൻറ്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ താജ്മഹൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഷാജഹാനെ ഓർമ്മ വരുന്നു, നിങ്ങളുടെ സുഹൃത്തിന് താജ്മഹൽ കാണുമ്പോൾ മുംതാസിനെ ഓർമ്മ വരുന്നു. ഞാൻ താജ്മഹൽ കാണുമ്പോൾ എനിക്ക് ആ താജ്മഹലിന്റെ പിന്നിൽ പണിയെടുത്ത ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വേർപ്പൊലിക്കുന്ന മുഖമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ സെൻസേഷൻ സെയിം ആണ്, പക്ഷെ പെർസെപ്ഷൻ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ സെൻസേഷൻ ഒരേപോലെ ആവണമെന്നില്ല. കുറച്ചുകൂടെ ചെറിയൊരു ഉദാഹരണം പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു മണം വന്നു, അല്ലെങ്കിൽ താഴത്തെ ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന മണം വന്നു. നിങ്ങൾക്ക് ബിരിയാണിയുടെ ഒരു ചിത്രം, ഒരു മാനസിക ബിംബം, ബിരിയാണി കഴിക്കുന്നതായിട്ടുള്ള ഒരു മാനസിക ബിംബം, അതിനെയാണ് നമ്മൾ പ്രത്യക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിലുണ്ടായി. എന്നാൽ മറ്റൊരാൾക്ക് ഛർദ്ദിക്കാനാണ് തോന്നിയത്. കാരണം എന്താ? പണ്ട് അയാൾ ഹോട്ടലിൽ ഇങ്ങനെയുള്ള ഏതോ ഒരു ബിരിയാണി കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് വയറിൽ അസുഖം ഉണ്ടായിരുന്നു, ഡോക്ടറെ കണ്ടിരുന്നു, ഇതൊക്കെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വേണ്ടി വരുന്നു. ഇതൊക്കെ വ്യക്തിയുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വ്യക്തി അതിന് മീനിങ് അഥവാ
അർത്ഥം കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ സംവേദനത്തോടു കൂടി അർത്ഥം കൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യക്ഷണമാകുന്നു. ഇനി സംവേദനത്തിന്റെ അർത്ഥം മാറുന്നതിനനുസരിച്ച് പ്രത്യക്ഷണവും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ ഗസ്റ്റാൾട്ട് സൈക്കോളജി ഈസ് പ്രൈമറിലി ബേസ്ഡ് ഓൺ പെർസെപ്ഷൻ. ഇതാണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഇനി ഫൈ പ്രതിഭാസം ഏത് മനഃശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? നിങ്ങൾക്ക് ഒരുപക്ഷെ എവിടെയും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ്. ഇതൊക്കെ ഞാൻ പറയാനെന്താ കാരണം എന്നറിയോ? ഒരു പ്രത്യേക കാരണമുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ പറയാനെന്താ കാരണം. ഓക്കെ, ഫൈ പ്രതിഭാസം. എന്നാൽ ഈ ഫൈ പ്രതിഭാസം ഇംഗ്ലീഷിൽ അതിന് പറയുന്നു PHI, ഫൈ ഫിനോമിനോൺ. ഫൈ ഫിനോമിനോൺ. ഫൈ പ്രതിഭാസം ഏത് മനഃശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെടുന്നു? മാനവികതാവാദം, വ്യവഹാരവാദം, മനോവിശ്ലേഷണം, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഇത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫൈ ഫിനോമിനോൺ. നൗ ഐ വിൽ ടെൽ യു എങ്ങനെയാണ് ഈ ഫൈ ഫിനോമിനോൺ എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ട് വാദത്തിലേക്ക് വന്നത്. ചെറിയൊരു കഥയുണ്ട്. ചെറിയൊരു കഥയല്ല യഥാർത്ഥ കാര്യം. നമുക്കറിയാം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ അമരക്കാരൻ എന്ന് നമ്മൾ പറയുന്നത് മാക്സ് വെർദീമർ ആണ്. വെർദീമർ, പിന്നെ കോഫ്ക, പിന്നെ കോഹ്ലർ. ഈ 3 പേരാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്നത്. ഇവരുടെ പേരുകളൊന്നും നിങ്ങൾ കോഡുകളിൽ കൂടി പഠിക്കരുത്. ദയവ് ചെയ്തിട്ട് വ്യക്തിയെ മനസ്സിലാക്കുക. എന്താണ് ഈ പ്രശ്നമുള്ളത്? വെർദീമർ എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രശ്നമില്ല. കോഫ്ക, കോഹ്ലർ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ പല യൂട്യൂബ് ചാനലിലും പല ഫേമസ് ആയിട്ടുള്ള എന്ന് കരുതപ്പെടുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി ഞാൻ കേട്ടിട്ടുണ്ട്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ 3 ആൾക്കാരുടെ പേര് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുത്തതാണ് എന്ത്, ഗസ്റ്റ് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഗസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ കോഫി കൊടുക്കണം. വെറുതെ എന്ന് വെച്ചാൽ വെർദീമർ. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഗസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ, ഗസ്റ്റാൾട്ട് ആരെങ്കിലും വന്നാൽ കോഫി കൊടുക്കണം, കോഫ്ക. ഇങ്ങനെയൊക്കെയാണ് ബന്ധിപ്പിച്ച് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ടു ബാഡ്, ഇറ്റ് ഈസ് ടു അൺഎത്തിക്കൽ, and but I can say that it is fundamentally against the principles of learning. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളതിനൊന്നും പോയി ചാടി വീഴരുത്. വ്യക്തിയുടെ പേര് മനസ്സിലാക്കി തന്നെ പഠിക്കുക. 1-2 പ്രാവശ്യം അതിൽ നിതാന്ത ശ്രദ്ധയോടുകൂടി ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനൊരു കാര്യവും കോഡ് വഴി പഠിക്കാറില്ല. ഞാൻ എല്ലാ കാര്യവും ആശയം മനസ്സിലാക്കി, ബ്രൂണർ പറയാറുണ്ടല്ലോ ആശയ സംവാദന മാതൃക, അങ്ങനെ ബ്രൂണർ പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ഇനി ഫൈ പ്രതിഭാസത്തിലേക്ക് വരാം. നമ്മുടെ വെർദീമർ, അതായത് മാക്സ് വെർദീമർ ഒരു ദിവസം ജർമ്മനിയിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. നടന്ന കാര്യമാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ട്രെയിനിലെ കമ്പാർട്ട്മെന്റിന്റെ മുന്നിലിട്ടല്ലോ, കമ്പാർട്ട്മെന്റിന്റെ മുന്നിൽ 2 ബൾബുകളുണ്ട്. അതായത് ഫിക്സ് ചെയ്ത 2 ബൾബുകൾ. സ്റ്റേഷനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാത്ത ഫിക്സ് ചെയ്ത 2 ബൾബുകൾ. ഓക്കെ, അപ്പോൾ വെർദീമർ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ ബൾബ്
ഒന്ന് കത്തും, ഇത് കെടും. ഉടനെ തന്നെ ഇത് കത്തും, ഇത് കെടും. അടുത്ത ഉടനെ ഇത് കത്തും, ഇത് കെടും. അപ്പൊ കത്തുക കെടുക, കെടുക കത്തുക, കത്തുക കെടുക, കെടുക കത്തുക, കെടുക കത്തുക. ഇങ്ങനെ വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിനുള്ളിൽ ഒരെണ്ണം കത്തുന്നു, മറ്റത് കെടുന്നു, മറ്റേത് പിന്നെ കത്തുന്നു, ആദ്യത്തേത് കെടുന്നു, ആദ്യത്തേത് കത്തുന്നു, രണ്ടാമത്തേത് കെടുന്നു. ഇത് ഒരു 10, 15, 5 സെക്കൻഡിനുള്ളിൽ നടക്കുമ്പോൾ വെർദീമർക്ക് തോന്നി ഇത് നിശ്ചലമായിരിക്കുന്നതല്ല, ഇതൊരു ചലിക്കുന്ന വസ്തുവിനെ പോലെ തോന്നി. ആർക്ക്? വെർദീമർക്ക് തോന്നി. നിങ്ങൾക്കും തോന്നുമല്ലോ. നിങ്ങൾ വളരെ ചില ഉത്സവ പറമ്പിലോ കാർണിവലിലോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇല്ലേ, ഉദാഹരണത്തിന് ഞാനിവിടെ ഒന്ന് എഴുതുകയാണ്, ഒരു വൃത്തം. ഈ വൃത്തത്തിൽ പല ബൾബുകളുണ്ട്, ഒരുപാട് ബൾബുകൾ ഈ വൃത്തത്തിലുണ്ട്. ഈ ബൾബ് കത്തുന്നു, പിന്നെ ഉടനെ കെടുന്നു, അപ്പൊ ഇത് കത്തുന്നു, ഇത് കെടുന്നു, ഇത് കത്തുന്നു, ഇത് കെടുന്നു, ഇത് കത്തുന്നു, ഇത് കെടുന്നു, ഇത് കത്തുന്നു, അപ്പൊ ഇത് കത്തുന്നു, ഇത് കെടുന്നു, ഇത് കത്തുന്നു, ഇത് കെടുന്നു. ഇങ്ങനെ വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുമ്പോൾ ഇത് ഒരു കത്തുന്ന വൃത്തമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇൻഫാക്റ്റ് അത് ചലിക്കുന്നില്ല, അത് അവിടെ തന്നെ അതാണ് സ്റ്റേബിളായിട്ട് നമ്മൾ വെച്ചതാണ്. ആ ബൾബ് മൂവ് ചെയ്യുന്നില്ല. ഓൺലി തിങ് ഈസ് ദാറ്റ് ബൾബ് കത്തുകയും കെടുകയും ചെയ്യുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ചലിക്കുന്ന ഒരു ദൃശ്യം പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് ഫൈവ് ഫിനോമിനോൺ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഫൈവ് ഫിനോമിനോൺ എന്നടിച്ചു കഴിഞ്ഞാൽ കുറേ ഇതേപോലുള്ള ഗ്രാഫിക്സുകൾ, ചിത്രങ്ങൾ ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്. ഇപ്പം നമ്മൾ സിനിമയൊക്കെ കാണുന്നു, സിനിമയിലൊക്കെയാണ് ഇത് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത്. സിനിമയിൽ നമ്മളിപ്പോൾ 2 മണിക്കൂർ ദീർഘമുള്ള സിനിമയിൽ ഈ 2 മണിക്കൂർ ഒറ്റയടിക്ക് സിനിമ എടുക്കുകയല്ല ചെയ്യുന്നത്. സ്റ്റിൽ ഫോട്ടോഗ്രാഫികൾ പലതും എടുക്കുകയാണ്, പലതും സ്റ്റില്ലാണ് അല്ലേ. പലതും ഇത് കണ്ടിട്ട് നമ്മളെ ഫിലിം സ്ട്രിപ്പ്, അതായത് ഈ ഫിലിം സ്ട്രിപ്പ് ഓരോ സ്റ്റിൽ സ്ട്രിപ്പുകളാണ്. പക്ഷെ അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് അത് നീങ്ങുന്ന, ചലിക്കുന്ന ഒരു ചലച്ചിത്രം പോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ സിനിമയുടെ പിന്നിലെ ഒരു ഫിലോസഫി, ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഫൈവ് ഫിനോമിനോനാണ്. സോ ഫൈവ് ഫിനോമിനോൺ എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. താഴെ പറയുന്നവയിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്നവർ, അതായത് ഒരേ സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്നത് വെർദീമർ, വാട്സൺ, കോഹ്ലർ അല്ല. ഇതിന് വാട്സൺ എന്തായാലും പെടൂല. വാട്സൺ ബിഹേവിയറിസ്റ്റാണ്. വെർദീമർ ഗസ്റ്റാൾട്ട്വാദിയാണ്, കോഹ്ലർ ഗസ്റ്റാൾട്ട്വാദിയാണ്. പക്ഷെ വാട്സൺ ബിഹേവിയറിസ്റ്റാണ്. അതുകൊണ്ട് ഇതല്ല ഉത്തരം. കോഹ്ലർ, യുങ്, വെർദീമർ. യുങ് സൈക്കോ അനലിസ്റ്റാണ്, ഓക്കെ. പക്ഷെ കോഹ്ലറും വെർദീമറും ഗസ്റ്റാൾട്ട്വാദിയാണ്. ഇനി കോഹ്ലർ, യുങ്, കാൾ റോജേഴ്സ്. കോഹ്ലർ ഗസ്റ്റാൾട്ട്വാദിയാണ്, യുങ് സൈക്കോ അനലിസ്റ്റാണ്,
കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റ് ആണ്. മൂന്നാളും വേറെ വേറെ ആൾക്കാരാണ്. കോഹ്ലർ ഗസ്റ്റാൾട്ടാണ്, യുങ് സൈക്കോ അനലിസ്റ്റിൻ്റെ ആളാണ്. ഓക്കെ, ഫ്രോയിഡ്, യുങ്, അഡ്ലർ. കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റ് ആണ്. അപ്പോൾ അതുമല്ല. അപ്പോൾ ഒരേ വിചാരധാരയിലുള്ളത് വർദീമർ, കോഹ്ലർ, കോഫ്ക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാ മനഃശാസ്ത്രജ്ഞരെ കുറിച്ചും പൊതുവായ ഒരു നല്ല ധാരണ ഉണ്ടാക്കി വെക്കണം. ഇത് ഒന്നും ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട് സാധ്യമാവില്ല. ഇതൊക്കെ ചിന്തിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടൂ. അതുകൊണ്ട് ചിന്ത, തോട്ട്, ദറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ മിയർ റിപ്പീറ്റീഷൻ ആൻഡ് റോഡ് ലേണിംഗ് ആൻഡ് കോഡിങ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ഗസ്റ്റാൾട്ട് നിയമമല്ലാത്തത് ഏത്? സാമീപ്യ നിയമം, സാദൃശ്യ നിയമം, സമ്പൂരണ നിയമം, മനോഭാവ നിയമം. മനോഭാവ നിയമം എന്നുള്ളത് ഗസ്റ്റാൾട്ട് നിയമത്തിൽ പെടുന്നതല്ല. സാമീപ്യ നിയമമുണ്ട്. അടുത്തടുത്ത് കിടക്കുന്ന വസ്തുക്കളെ ഒരു കൂട്ടമായി കാണാൻ നമുക്ക് പറ്റുന്നു. ഇതാണ് സാമീപ്യ നിയമം. അതായത് ഇൻ ഇംഗ്ലീഷ് പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി. അടുത്തടുത്ത് കിടക്കുന്ന വസ്തുക്കളെ ഒരു കൂട്ടമായി കാണാൻ സാധിക്കുന്നു. സാദൃശ്യ നിയമം, ലോ ഓഫ് അനലോജി. ഒരേപോലെ തോന്നിക്കുന്ന വസ്തുക്കളെ ഒരു കൂട്ടമായി കാണാൻ പറ്റുന്നു. സമ്പൂരണ നിയമം, ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഞാനിവിടെ 5 വരയിട്ടു, പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരു വീട് പോലെ തോന്നുന്നു. എങ്ങനെ തോന്നുന്നു? അതായത് ഇവിടെയൊക്കെ വിടവുണ്ട്. ഇവിടെ വിട്ടിട്ടുള്ളത്, ഇവിടെ വിടവുണ്ട്, ഇവിടെ വിടവുണ്ട്, ഇവിടെ വിടവുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു ടെൻഡൻസി ഉണ്ട്, മനസ്സിൽ പറ്റും എന്ത്, ഈ വിടവുകൾ സ്വയം നികത്തിക്കൊണ്ട് അതിനെ ഒരു പൂർണ്ണ രൂപമാക്കി കാണാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനെയാണ്, നിങ്ങൾക്ക് നല്ല മനുഷ്യരുണ്ട്, അതിനെയാണ് സമ്പൂരണ നിയമം എന്ന് പറയുന്നത്. സോ ലോ ഓഫ് പ്രോക്സിമിറ്റി സാമീപ്യ നിയമം, ലോ ഓഫ് അനലോജി സാദൃശ്യ നിയമം, പിന്നെ ലോ ഓഫ് ക്ലോഷർ CLOUSURE ലോ ഓഫ് ക്ലോഷർ സമ്പൂരണ നിയമം. ഓക്കെ, പക്ഷെ ലോ ഓഫ് മനോഭാവ നിയമം, മനോഭാവ നിയമം എന്ന് പറയുന്നത് തോണ്ടയ്ക്ക് മുന്നോട്ട് വെച്ച പല അനുബന്ധ നിയമങ്ങളിൽ ഒരു നിയമമാണ് മനോഭാവ നിയമം അഥവാ ആറ്റിറ്റ്യൂഡ്. ഈ മനോഭാവ നിയമം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് അതെന്താണ്? അതായത് വ്യക്തി വിവിധ ചോദകങ്ങളോട് വിവിധ സമയങ്ങളിൽ പ്രതികരിക്കുന്നത് അപ്പോഴത്തെ മനോഭാവം അനുസരിച്ചാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഞാനൊരു ഫലിതം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, ചിലപ്പോൾ നല്ലൊരു ഫലിതം പറഞ്ഞാലും ചിരിച്ചില്ല എന്ന് വരും. കാരണം ഇതൊക്കെ വ്യക്തിയുടെ അപ്പോഴത്തെ മനോഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്ത ചോദ്യം, സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെന്റ് മുന്നോട്ട് വെച്ച മനഃശാസ്ത്ര ശാഖ. ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ എത്ര പേര് ഈ വാക്ക് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇതിനു മുമ്പുള്ള എയിം സ്റ്റഡി സെന്ററിന്റെ ലൈവ് സെഷനിൽ ഈ എക്സ്പെരിമെന്റ് വളരെയധികം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പേര് ഞാൻ ഒന്നുകൂടി പറയാം, സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെന്റ്. സ്റ്റുപ്പിഡായ കോഴികൾ, വിഡ്ഢിക്കോഴി പരീക്ഷണം. ഒന്ന് മനസ്സ് പറയാ, വിഡ്ഢിക്കോഴി പരീക്ഷണം, സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെന്റ്. അത് മുന്നോട്ട് വെച്ച മനഃശാസ്ത്ര ശാഖ ഏതെന്നാണ്? അത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരാണ് അത് മുന്നോട്ട് വെച്ചത്. അത് ഇത്രയേ ഉള്ളൂ. വിശക്കുന്ന കുറെ കോഴികളുണ്ട്. ഓക്കെ, എന്നിട്ട് 2 കൂടുണ്ട്. ഒന്ന് ഇളം ചാരനിറത്തിലുള്ളത്, മറ്റൊന്ന് കടും ചാരനിറത്തിലുള്ള 2 കൂട്. ഇളം ചാരനിറത്തിലുള്ള ലൈറ്റ് ഗ്രേ കളറും
ഡാർക്ക് ഗ്രേ കളറുള്ള 2 പെട്ടി. അതിൽ ഒന്നിൽ ഭക്ഷണം വെച്ചു, ഇതിൽ ഭക്ഷണം വെച്ചു, ഇതിൽ ഭക്ഷണം ഇല്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? അപ്പോൾ വിശക്കുന്ന കോഴികളെ തുറന്നു വിട്ടു. വിശക്കുന്ന കോഴികൾ എന്ത് ചെയ്തു? ഇവിടെ പോയി കൊത്തി, ഇവിടെ 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 കൊത്തി. അതായത് നേരിട്ട് പോയിട്ട് ഭക്ഷണം ഉള്ള കൂട്ടിലല്ല കോഴികൾ പോയി കൊത്തിയത്. കോഴികൾ 2 ബോക്സിലും പോയി ചറവറാന്ന് കൊത്തി. ഓക്കെ, ഒടുവിൽ കോഴിക്ക് മനസ്സിലായി ഈ ബോക്സിലാണ് ഭക്ഷണം ഉള്ളത് എന്ന് മനസ്സിലായി. പിന്നീട് കോഴികൾ ഈ ബോക്സിൽ കൊത്താതാവുകയും പകരം ഈ ബോക്സിൽ മാത്രം കൊത്തുകയും ചെയ്തു. ഇതാണ് എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് ഫേസ്. അപ്പൊ ഇതിൽ കൂടി ഒരു കാര്യം മനസ്സിലായി. അതായത് തോണ്ടയ്ക്ക് മുന്നോട്ട് വെച്ച ട്രയൽ ആൻഡ് എറർ തിയറി ഉണ്ടല്ലോ, ട്രയൽ ആൻഡ് എറർ തിയറി ശരിയാണ് എന്നാണ് ഇതിൽ കൂടി തെളിഞ്ഞത്. കാരണം ആകസ്മികമായി യാദൃശ്ചികമായി പല കൂടിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ഒടുവിൽ ഏത് കൂട്ടിലാണോ ഭക്ഷണം ഉള്ളത് ആ കൂട്ടിലേക്ക് നേരിട്ട് വന്ന് കൊത്താൻ അവസാനം കോഴിക്കായില്ലേ? അത് പല ശ്രമങ്ങൾ നടത്തിയതിന് ശേഷമല്ലേ? അപ്പോ തോണ്ടയ്ക്ക് മുന്നോട്ട് വെച്ച ട്രയൽ ആൻഡ് എറർ ശരിയാണ് എന്ന് തെളിഞ്ഞു ഈ പരീക്ഷണത്തിലൂടെ. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? ഇതിന്റെ നിറം ഇതിന്റെ നിറം കടും ചാരനിറവും ഇതിൻ്റെത് ഇളം ചാരനിറവും ആക്കി. ഭക്ഷണം അവിടെ തന്നെയാണുള്ളത്, പക്ഷെ കൂടിന്റെ കളറ് മാറ്റി. ഓക്കെ, ഇത് കടും ഗ്രേ ആയി, ഇത് ഇളം ഗ്രേ ആയി, ഇളം ചാരനിറായി. പക്ഷെ വിഡ്ഢികളായ കോഴികൾ തുറന്നു വിട്ടപ്പോൾ പിന്നെ ഇളം ചാരനിറത്തിലുള്ള ഇതിലാ പോയി കൊത്തിയത്. ഇതിലാകട്ടെ ഭക്ഷണം ഇല്ല താനും. അപ്പോൾ ഭക്ഷണം ഇല്ലാത്ത ഇതിലേക്ക് കോഴികൾ പോയി കൊത്തി. പക്ഷെ കോഴികൾ കൊത്താനുള്ള കാരണം ഈ കൂടിന്റെ ചാരനിറമാണ് പിന്നെ കോഴികളെ ആകർഷിച്ചത്. അപ്പോൾ എവിടെയാണോ ആദ്യം ഭക്ഷണം ഉണ്ടായത് അതിൻ്റെ കളറുള്ള ബോക്സിലേക്കാണ് രണ്ടാമത് കോഴികൾ പോയി. ബട്ട് ദർ ഇസ് നോ ഫുഡ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കോഴികൾ ഈ ട്രയൽ ആൻഡ് എറർ കൂടി ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ശരിയല്ല എന്ന് വന്നു. അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ശരിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റാൾട്ട്വാദികൾ നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ പേരാണ് സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെന്റ്. ഗസ്റ്റാൾട്ട് വാദം. ഒരുപാട് പറയാനുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണമാണ്, ഹൈ ഡയബറ്റിക് ഒക്കെ ആയിട്ട് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പരസ്പരം അടുത്ത് കിടക്കുന്ന നിശ്ചലമായ ബൾബുകൾ ഒന്നിടവിട്ട് കത്തുകയും കെടുകയും ചെയ്യുമ്പോൾ അതിനെ ചലിക്കുന്ന ഒരു വസ്തുവായി നാം കാണുന്നു. ഇതിന് ഏത് നിയമത്തിന്റെ പിൻബലമാണുള്ളത്? ദിസ് ഈസ് എ ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് വരാൻ വേണ്ടി പോകുന്ന LP-UP പരീക്ഷയിലെ ഏറ്റവും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പരസ്പരം അടുത്ത് കിടക്കുന്ന നിശ്ചലമായ ബൾബുകൾ. ഇതാണ് മാക്സ് വെർദീമർ ട്രെയിനിൽ സഞ്ചരിക്കവേ ജർമ്മനിയിൽ കണ്ടത്. ഒന്നിടവിട്ട് കത്തുകയും കെടുകയും ചെയ്യുമ്പോൾ അതിനെ ചലിക്കുന്ന ഒരു വസ്തുവായി കാണുന്നു. ഇതിന് ഏത് നിയമത്തിന്റെ പിൻബലമാണുള്ളത്? ഗസ്റ്റാൾട്ട് വാദം. അടുത്തത്, വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ ഊർജത്തിൻ്റെയും കേന്ദ്രമാണ്. ഇതൊരു സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, മനോവിശ്ലേഷണത്തിൽ നമ്മൾ 3 പേരെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡ്, 2 കാൾ യുങ്, പിന്നെ
വേണമെങ്കിൽ നിങ്ങൾക്ക് ആൽഫ്രഡ് അഡ്ലറെ കുറിച്ചും പഠിക്കാം. മനോവിശ്ലേഷണത്തിന്റെ വക്താവ് സിഗ്മണ്ട് ഫ്രോയിഡ്, ഓക്കെ, അപഗ്രഥന മനഃശാസ്ത്രത്തിന്റെ വക്താവ്, അനലിറ്റിക്കൽ സൈക്കോളജിയുടെ വക്താവ് കാൾ യുങ്, പിന്നെ ഇൻഡിവിജ്വൽ മനഃശാസ്ത്രത്തിന്റെ, വ്യക്തി മനഃശാസ്ത്രത്തിന്റെ വക്താവ് ആൽഫ്രഡ് അഡ്ലർ. ഞാനിവിടെ എഴുതാം. ഒന്ന്, നിങ്ങൾ പഠിക്കേണ്ടത് ഫ്രോയിഡ്. രണ്ട്, കാൾ യുങ്. കാൾ റോജേഴ്സ് വരെയാണ്. കാൾ റോജേഴ്സ് ഹ്യൂമനിസത്തിൽ പെടുന്ന ആളാണ്. ഇത് കാൾ യുങ്. പിന്നെ ഇത് ആൽഫ്രഡ് അഡ്ലർ. ആൽഫ്രഡ് അഡ്ലർ. ഈ 3 പേരെ കുറിച്ച് പഠിക്കണം. ഈ ഫ്രോയിഡ് മനോവിശ്ലേഷണം, യുങ് അനലിറ്റിക്കൽ സൈക്കോളജി, ആൽഫ്രഡ് അഡ്ലർ ഇൻഡിവിജ്വൽ സൈക്കോളജി. പരീക്ഷയ്ക്ക് ചോദിക്കാം, അപഗ്രഥന മനഃശാസ്ത്രത്തിന്റെ പിതാവാര്? കാൾ യുങ്. അല്ലെങ്കിൽ ചോദിക്കാം, വ്യക്തി മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് അഡ്ലർ. ഓക്കെ, ഇനി ഇത് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ ഊർജത്തിൻ്റെയും കേന്ദ്രമാണ് ലിബിഡോ. മനസ്സിലായില്ലേ? ഈറോസ്, തനാട്ടോസ്, കാറ്റക്സ്, അതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. ഈറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, ജന്മവാസനയാണ് ഈറോസ്. തനാട്ടോസ് എന്ന് വെച്ചാൽ വ്യക്തിക്ക് സ്വയം വേദന ഉണ്ടാക്കുകയും വേണമെങ്കിൽ മരിക്കാനുമുള്ള കാമനയാണ്. ഇത് തനാട്ടോസ്, മരണകാമന. മരണകാമന. ഇത് ജീവിത കാമന, ജീവിക്കാനുള്ള ആഗ്രഹം, ജീവിത കാമന. ഇതിന് ജിജീവിഷ എന്നും പറയും. ഇത് മരണകാരണ കാമന, ഇതിനെ മുമൂർഷ എന്നും പറയും. മരണകാമന കൂടുതലുള്ള, തനാട്ടോസ് കൂടുതലുള്ള വ്യക്തി ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വരും. എന്നാൽ ഈറോസ്, ജീവിത കാമന, അത് കൂടുതലുള്ള വ്യക്തി ആത്മഹത്യ ചെയ്യില്ല. ഓക്കെ. പിന്നെ കാറ്റക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ കാര്യത്തോടോ നമ്മൾ കാട്ടുന്ന അനുകൂലമായ ഒരു ആകർഷണത്തെയാണ് കാറ്റക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ലെവിൻ ഇതിനെ വാലൻസ് എന്നാണ് വിളിച്ചത്, എന്നാൽ ഫ്രോയിഡ് അതിനെ കാറ്റക്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ വ്യക്തിയുടെ എല്ലാവിധ ഊർജത്തിൻ്റെയും കേന്ദ്രം, ആദ്യം ഇദ്ദേഹം പറഞ്ഞത് ലൈംഗിക ആവശ്യങ്ങളുടെ ഊർജ കേന്ദ്രമാണ് ലിബിഡോ എന്നാണ് ഫ്രോയിഡ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഫ്രോയിഡ് മാറ്റി പറഞ്ഞു, ലൈംഗികതയുടെ മാത്രമല്ല എല്ലാവിധ ജീവിത ആഗ്രഹങ്ങളുടെയും ഊർജ കേന്ദ്രം ലിബിഡോ എന്നാണ് ആരംഭിക്കുന്നത്. അടുത്തത് ജഡ്ജ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നും എക്സിക്യൂട്ടീവ് ഫോഴ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നും അറിയപ്പെടുന്ന മനസ്സിന്റെ ഘടകം. പരീക്ഷയ്ക്ക് ചോദിക്കും ജഡ്ജ് ഓഫ് ഹ്യൂമൻ മൈൻഡ്, അതേപോലെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്, അതല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഇതൊക്കെ അറിയപ്പെടുന്നത് ഈഗോയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2020 പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരുന്നു. എന്ത്? വ്യക്തിത്വത്തിന്റെ പാലകൻ. അതിനെയാണ് നമ്മൾ ജഡ്ജ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് വിളിക്കുന്നത്. വ്യക്തിത്വത്തിന്റെ പാലകൻ, അതേപോലെ വ്യക്തിത്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സ്, നിയന്ത്രണാധികാരി. ഓക്കെ. അതേപോലെ തന്നെ പോലീസ് ഫോഴ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്, പോലീസ് ചെയ്യും. അതായത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ഇത് ഒരുപാട് ആവശ്യങ്ങൾ ഇതിൽ ഉണ്ടാവും. കടിഞ്ഞാണില്ലാത്ത ആവശ്യങ്ങളായിരിക്കും. പലപ്പോഴും സമൂഹത്തിൻ്റെ നൈതികതയുമായി ബന്ധപ്പെടാത്ത ആഗ്രഹങ്ങളായിരിക്കും ഇത് കാണിക്കുക. പലപ്പോഴും പിടിവാശി കാണിക്കും. ശരി തെറ്റുകളെ കുറിച്ച് ഇതിന് യാതൊരു ബോധ്യവും ഇല്ല. ഓക്കെ. എന്താഗ്രഹിച്ചു അത് അപ്പം കിട്ടണം. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്വഭാവം. അപ്പോൾ ഈ ഇതിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് ആരാണ്? ഈഗോയാണ്.
അങ്ങനെ നിയന്ത്രണ അധികാരം ഈഗോക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് 2020 ചോദിച്ച ചോദ്യം ആണ്. അടുത്തത്, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അച്ഛനോട് അഭിനിവേശം കാണുന്ന ഘട്ടം. അച്ഛനോട് ഇവിടെ തെറ്റിയിട്ടുണ്ട്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും അഭിനിവേശം, അദ്ദേഹം പറഞ്ഞത് ലൈംഗിക അഭിനിവേശം എന്നാണ്. നമുക്ക് ആ വാക്ക് തൽക്കാലം മാറ്റാം. അതായത് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഫ്രോയിഡ് പറയുന്നു, ഫ്രോയിഡ് 5 ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത്? വദനഘട്ടം, ബുധഘട്ടം, ലിംഗഘട്ടം, പിന്നെ നിർലീനഘട്ടം, പിന്നെ ജനനേന്ദ്രിയ ഘട്ടം, ജനറ്റിക് സൈഡ്. ഓക്കെ, അപ്പോൾ 5 ഘട്ടങ്ങളെ കുറിച്ച്, മനോലൈംഗിക വികാസത്തിന്റെ 5 ഘട്ടമാണ്. 1 ഓറൽ സ്റ്റേജ്, 2 അനൽ സ്റ്റേജ്, 3 ഫാലിക് സ്റ്റേജ്, 4 ലേറ്റൻസി സ്റ്റേജ്, 5 ജനറ്റിക് സ്റ്റേജ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഫ്രോയിഡ് പറയുന്നു, ഒരു 3 വയസ്സിൽ മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാട്ട് ഹാപ്പൻസ്, അവർക്ക് ഈ 3 വയസ്സിൽ 3.5 വയസ്സോട് കൂടിയിട്ട് പെൺകുട്ടികൾക്ക് അച്ഛനോടും ആൺകുട്ടികൾക്ക് അമ്മയോടും ചില ലൈംഗികാഭിനിവേശം തോന്നുന്നു. അത്ര വലിയൊരു ലൈംഗികാഭിനിവേശം ഒന്നുമില്ല, അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നു ആൺകുട്ടിക്ക്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിന് നമ്മൾ അഭിനിവേശം എന്ന് പറയാം. അപ്പോൾ ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്നതിനെ ഇഡിപ്പസ് കോംപ്ലക്സ് എന്നും പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്നതിനെ ഇലക്ട്ര കോംപ്ലക്സ് എന്നും പറയുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഇവ ദൃശ്യമാകുന്ന ഘട്ടം അതേതാണ്? ലിംഗഘട്ടം അഥവാ ഫാലിക് സ്റ്റേജ്. 3ാമത്തെ കേട്ടോ, ലിംഗഘട്ടം അഥവാ ഫാലിക് സ്റ്റേജ്. ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത് നോക്കൂ. ഇത് മറ്റേ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് കേട്ടോ. അതെ, ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയതാണ്. സോ ഇഗ്നോർ ഇറ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓക്കെ, എ, ബി, സി, ഡി. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും ആലോചിച്ച് ടൈപ്പ് ചെയ്തതായിരിക്കും, അങ്ങനെ ഇങ്ങനെ വന്നതാണ്. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രാകൃതമായ പ്രേരണാശക്തിയാണ് ഇത്. ഓക്കെ, റൈറ്റ്. ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഫോഴ്സാണ് ഇത്. ഇത് വ്യക്തിയിൽ ജനനം മുതൽ തന്നെ കാണപ്പെടുന്നു. ഒരു വ്യക്തിയിൽ ജനനം മുതൽ തന്നെ കാണപ്പെടുന്ന ഒന്നാണ് ഇത്. എന്നാൽ ഈഗോയും സൂപ്പർ ഈഗോയും പിന്നീട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നിൽ ഇത് ഉണ്ട്, പക്ഷെ എന്നിൽ ഈഗോയും സൂപ്പർ ഈഗോയും വളർന്നു വരുന്നത് സമൂഹത്തിൽ പിന്നെ ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ച് കണ്ട് അനുഭവിച്ചു വരുമ്പോഴാണ് ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ ഉണ്ടാവുന്നത്. ബട്ട് ഇത് എന്ന് പറയുന്നത് ജന്മനാ തന്നെയുള്ളതാണ്. ഇനി ജന്തുവല്ല, ജന്മവാസനകളുടെ നിക്ഷേപ കേന്ദ്രം എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് ജന്മവാസനകളുടെ നിക്ഷേപ കേന്ദ്രം എന്നും പറയുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇവയെല്ലാം ശരിയായ പ്രസ്താവനകൾ ആണ്. ഇനി അടുത്തത്, അധ്യാപകൻ ക്ലാസ്സിലുള്ളപ്പോൾ കുട്ടികൾ കോപ്പിയടിക്കാൻ മടിക്കുന്നു. എന്നാൽ അധ്യാപകൻ പുറത്തു പോയപ്പോൾ കുട്ടികൾ കോപ്പിയടിക്കുന്നു. എന്നാൽ അനിതയാകട്ടെ അധ്യാപകന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും കോപ്പിയടിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം അവൾക്കറിയാം അത് തെറ്റാണെന്ന്.
ഇവിടെ അനിതയിൽ പ്രകടമാകുന്ന മാനസിക ഘടകം ഏതിൻ്റെതാണ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോ അനാലിസിസ്, then it is very easy to comprehend and answer the question. അധ്യാപകൻ ക്ലാസ്സിലുള്ളപ്പോൾ കുട്ടികൾ കോപ്പി അടിക്കാൻ പഠിക്കുന്നു. എന്നാൽ ഓക്കെ, അത് ഇന്നുള്ള കുട്ടികളും ചിലപ്പോൾ കോപ്പി അടിക്കാൻ പഠിക്കും. അധ്യാപകൻ പുറത്തു പോയപ്പോൾ കുട്ടികൾ കോപ്പി അടിക്കുന്നു. എന്നാൽ ഒരു കുട്ടിയാകട്ടെ, ആര്? അനിത. എന്നാൽ അനിതയാകട്ടെ അധ്യാപകൻ പുറത്തു പോയപ്പോഴും കോപ്പി അടിക്കുന്നില്ല. എന്തുകൊണ്ട് കോപ്പി അടിക്കുന്നില്ല? ബിക്കോസ് അവൾക്കറിയാം അത് തെറ്റാണെന്ന്. അത് സാന്മാർഗികമായി നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ്. അതുകൊണ്ട് അധ്യാപകൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കൊരു വിഷയമല്ല. അധ്യാപകൻ ഉണ്ടായാലും ഞാൻ കോപ്പി അടിക്കില്ല, അധ്യാപകൻ ഇല്ലെങ്കിലും ഞാൻ കോപ്പി അടിക്കില്ല. കാരണം കോപ്പി അടിക്കുന്നത് തെറ്റാണ്. എനിക്ക് കോപ്പി അടിച്ച് പാസ്സാവേണ്ട കാര്യമില്ല. എനിക്ക് പരീക്ഷ എഴുതി തന്നെ പാസ്സാവണം. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വന്ന കുറേ പേരുണ്ടല്ലോ തിരുവനന്തപുരത്ത്. എങ്ങനെയാണ് അവർ ഒന്നാം റാങ്കിൽ എത്തിയത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും വേഗം. അല്ലേ? പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ കുറേ ഡിവൈഎഫ്ഐക്കാരോ അങ്ങനെയുള്ളവരോ മറ്റോ ഒന്നാം റാങ്കിലെത്തിയില്ലേ? ചോദ്യം ക്വസ്റ്റ്യൻ മൊബൈൽ ഫോണിൽ കൂടി ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടോ മറ്റോ. അവരൊക്കെ ഏത് മനോനിലയിലുള്ളവരാണ് എന്ന് ഫ്രോയിഡിൻ്റെ ഈ സിദ്ധാന്തം വെച്ച് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, അതായത് ഞാൻ ഇന്നലെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് എനിക്ക് ട്രെയിൻ കിട്ടണമെങ്കിൽ ഞാൻ ഉറങ്ങാതിരിക്കണം. ഉറങ്ങിപ്പോയാൽ എനിക്ക് ട്രെയിൻ കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ഫിലിം കണ്ടുകൊണ്ടേയിരുന്നു യൂട്യൂബിൽ, നെറ്റ്ഫ്ലിക്സിലോ മറ്റോ. നേര്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. ആ നേര് എന്നുള്ള സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ ബലാത്സംഗത്തിന് വിധേയമായ അന്ധയായ ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ കേസൊക്കെ ആയി. അപ്പോൾ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി, പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഭാഗം അഡ്വക്കേറ്റ് കുറച്ച് പേരെ, ഇവരെ തന്നെ റിലേറ്റീവ്സിനെ ആ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ബലാത്സംഗത്തിന് വിധേയമായ ആ പെൺകുട്ടി പറയുന്നു, ഓക്കെ, കേസ് തോറ്റാലും വേണ്ടില്ല, നിൻ്റെയൊക്കെ പണം കൊണ്ട് ജീവിക്കണ്ട എനിക്ക്. കേസ് തോറ്റാലും എനിക്ക് പ്രശ്നമില്ല, നിൻ്റെയൊക്കെ പണത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കില്ല. ഇങ്ങനെ പറയാൻ ആ കുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഏത് സ്റ്റേജിലാണ്? സൂപ്പർ ഈഗോ സ്റ്റേജിലാണ്. അതായത് അധ്യാപകന്റെ അസാന്നിധ്യത്തിലും കോപ്പിയടിക്കാൻ മടിക്കുന്ന അനിത ഏത് സ്റ്റേജിലാണ്? സൂപ്പർ ഈഗോ സ്റ്റേജിലാണ്. അപഗ്രഥന മനഃശാസ്ത്രത്തിന്റെ പിതാവ് കാൾ യുങ്, ഞാൻ പറഞ്ഞു, ഓക്കെ, അനലറ്റിക്കൽ സൈക്കോളജി. കാൾ യുങ്ങിന്റെ അഭിപ്രായത്തിൽ ആദിമ സങ്കല്പങ്ങളും മാനവപൂർവമായ ആശയ സ്വരൂപങ്ങളും കുടികൊള്ളുന്നത് ഏത് വ്യക്തിത്വ ഘടനയിലാണ്? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കേണ്ടി വരും ഈ ചോദ്യം. അപഗ്രഥന മനഃശാസ്ത്രത്തിന്റെ പിതാവ് കാൾ യുങ്ങിന്റെ അഭിപ്രായത്തിൽ പ്രിമിറ്റീവായ സങ്കല്പങ്ങൾ, ഇതിന് നമ്മൾ പറയുന്നത് ആർക്കിടൈപ്പ് എന്നാണ്. ഈ വാക്ക് ശ്രദ്ധിക്കണം, പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ്. ആർക്കിടൈപ്പ്, പലവിധം ആർക്കിടൈപ്പുകളുണ്ട്. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതി തരാം. ഒന്ന് ഷാഡോ. ഷാഡോ എന്ന് വെച്ചാൽ നിഴൽ. മറ്റൊന്ന് പെർസോണ, അതായത് മുഖാവരണം. പെർസോണ, മുഖാവരണം. മറ്റൊന്ന് ആനിമ, മറ്റൊന്ന് ആനിമസ്. ഞാൻ ആദ്യം ഇതൊക്കെ ആർക്കിടൈപ്പുകളാണ് യുങ്ങിന്റെ അഭിപ്രായത്തിൽ. എന്തൊക്കെയാണ്? ഷാഡോ എന്ന് വെച്ചാൽ നിഴൽ. നിഴൽ എന്ന് വെച്ചാൽ വ്യക്തിയിലെ അധമമായ മൃഗീയ വാസനകളെയാണ് നിഴൽ എന്ന് വിളിക്കുന്നത്, കാൾ യുങ്. മുഖാവരണം,
അതായത് പണ്ട് നാടക നടന്മാർ വേഷം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ വെച്ചതാണ് മുഖാവരണം. മുഖാവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി തൻ്റെ യഥാർത്ഥ സ്വരൂപം മറച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ മറ്റൊരു സ്വഭാവം, യഥാർത്ഥ സ്വഭാവം അതല്ല, അപ്പൊ മറ്റൊരു മുഖാവരണം ധരിക്കുന്നു. അതാണ് മുഖാവരണം. 3, ആനിമ. പുരുഷന്മാരിൽ കാണുന്ന സ്ത്രൈണഭാവത്തെയാണ് ആനിമ എന്ന് വിളിക്കുന്നത്. പുരുഷന്മാരിൽ കാണുന്ന സ്ത്രൈണഭാവത്തെയാണ് ആനിമ എന്ന് വിളിക്കുന്നത്. പിന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്ന പൗരുഷഭാവത്തെയാണ് ആനിമസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആർക്കിടൈപ്പുകളാണ് എന്നാണ് ഞാൻ പറയുന്നത്. ആദിമ സങ്കല്പങ്ങളും ആദിമ സ്വരൂപങ്ങളും ഇതൊക്കെ മാനവപൂർവമായ ആശയങ്ങളാണ്. ഇത് ബോധപൂർവ അഹം എന്നാണ് കേട്ടോ. വൈയക്തിക അബോധം, സമാഹൃത അബോധം, സമാഹൃത ബോധം. നോക്കുക, ഇതൊക്കെ എവിടെയാണ് കുടികൊള്ളുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് വ്യക്തിയിലെ അധമമായ വികാരങ്ങൾ, അതായത് നിഴൽ, വ്യക്തി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കുന്ന ഒരു മുഖാവരണമായ പെർസോണ, പിന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്ന, പുരുഷന്മാരിൽ കാണപ്പെടുന്ന പൗരുഷഭാവം, സ്ത്രൈണഭാവം, പുരുഷന്മാരിൽ കാണപ്പെടുന്ന സ്ത്രൈണഭാവം ആനിമ, ആൻഡ് സ്ത്രീകളിൽ കാണപ്പെടുന്ന പൗരുഷഭാവം ആനിമസ്. ഇതൊക്കെ ഉള്ളത് ഏതിലാണ്? സമാഹൃത അബോധം അഥവാ കളക്റ്റീവ് അൺകോൺഷ്യസ്. കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്, സമാഹൃത അവബോധം. പലപ്പോഴും അത് പുറത്തേക്ക് വരാൻ പ്രയാസമുണ്ടാവും. അതൊക്കെ സമാഹൃത അവബോധത്തിൽ കുടികൊള്ളുന്നു എന്നാണ് കാൾ യുങ് തൻ്റെ അപഗ്രഥന മനഃശാസ്ത്രത്തിൽ പറയുന്നത്. നെക്സ്റ്റ്, ഏറ്റവും ആധുനികമായ മനഃശാസ്ത്ര ശാഖ, ഏറ്റവും പുരാതനമായത് നമ്മൾ കണ്ടു ഘടനാവാദം. എന്നാൽ ഏറ്റവും ആധുനികമായതാണ് മാനവികതാവാദം അഥവാ ഹ്യൂമനിസം. അപ്പൊ ഇന്ന് നമ്മുടെ മനഃശാസ്ത്ര ചിന്താധാര എത്തിച്ചേർന്നിരിക്കുന്നത് ഹ്യൂമനിസത്തിലാണ്. ഗോർഡൻ ആൽപോർട്ട്, എബ്രഹാം മാസ്ലോ, ആർതർ കോംസ്, റോബർട്ട് ഗ്ലേസർ തുടങ്ങിയ ആൾക്കാരൊക്കെ, കാൾ റോജേഴ്സ്, അവരൊക്കെയാണ് ഹ്യൂമനിസത്തിന്റെ വക്താക്കൾ. ഞാൻ ഒന്നുകൂടി പറയാം. എബ്രഹാം മാസ്ലോ, ഗോർഡൻ ആൽപോർട്ട്, ആർതർ കോംസ്, റോബർട്ട് ഗ്ലേസർ, ദെൻ കാൾ റോജേഴ്സ്. ഓക്കെ, ഇവരൊക്കെയാണ് മാനവികതാവാദത്തിന്റെ വക്താക്കൾ. ഇതാണ് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മനഃശാസ്ത്ര ശാഖ, മാനവികതാവാദം. എന്താ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ? താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്നതാര്? ആർതർ കോംസ്, റോബർട്ട് ഗ്ലേസർ, റോബർട്ട് സ്റ്റേൺബർഗ്, കാൾ റോജേഴ്സ്. ഇത് ഹ്യൂമനിസത്തിന്റെ വക്താവാണ്, ഇത് ഹ്യൂമനിസത്തിന്റെ വക്താവാണ്, ഇത് ഹ്യൂമനിസത്തിന്റെ വക്താവാണ്. എന്നാൽ റോബർട്ട് സ്റ്റേൺബർഗ് നിങ്ങൾക്കറിയാം ബുദ്ധിയിലെ ട്രയാർക്കിക് തിയറിയുടെ വക്താവാണ്. ട്രയാർക്കിക് തിയറി അല്ലെ? അനലിറ്റിക്കൽ ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ഇന്റലിജൻസ്. ഇങ്ങനെ ബുദ്ധിയുടെ 3 സ്വരൂപങ്ങൾ മുന്നോട്ട് വെച്ച ആളാണ് ആര്? റോബർട്ട് സ്റ്റേൺബർഗ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ഇതൊക്കെ മുന്നോട്ട് വെച്ചത് റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തത് റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. പെടുന്നത് ആർതർ കോംസ്, ഹ്യൂമനിസ്റ്റ് ആണ്. റോബർട്ട് ഗ്ലേസർ ഹ്യൂമനിസ്റ്റ് ആണ്. കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റ് ആണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ വീണ്ടും റിവിഷനിൽ 3ാമത്തെ റിവിഷൻ പാർട്ട് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റിവിഷൻ പാർട്ട് സീരീസ് 4 അടുത്ത വീഡിയോയിൽ കാണാം. Until then, I am Dr. V. Balakrishnan signing off today. See you again. Goodbye.